യോഗ്യതയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം കേരള PSC പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആ യോഗ്യതയിലെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പ്രീവിയസ് എക്സാമിൽ നിന്നുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സോ 485/2022 എന്ന കാറ്റഗറി നമ്പറിലാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം നിലവിൽ വന്നിരിക്കുന്നത്. സോ അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വരെ, 18 വയസ്സിനും 36 വയസ്സിനും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വന്നത് 13th നവംബറാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 4th ജാനുവരിയാണ്. ജനുവരി 4 വരെയാണ് നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. സോ ജനുവരി 4 വരെ ഒന്നും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. അതിന് മുമ്പ് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ സ്കെയിൽ ഓഫ് എ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 43,400 മുതൽ 91,200 വരെയാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. വേക്കൻസി ഇപ്പോൾ നിലവിൽ, അതായത് നോട്ടിഫിക്കേഷൻ സമയത്ത് ഉള്ള വേക്കൻസി എന്ന് പറയുന്നത് 2ആണ്. നമുക്കറിയാം അത് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷനിലെ മാറ്റങ്ങൾ അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സോ ആ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പഴയതുപോലെ തന്നെ BSc അതുപോലെ ഫിസിക്സ് ഒരു സബ്ജക്റ്റായി പഠിക്കുന്ന ഡിഗ്രി അതൊരു ക്വാളിഫിക്കേഷനാണ്. അതായത് ഫിസിക്സ് മെയിൻ ആവണമെന്നില്ല, മറിച്ച് സബ്ബായിട്ട് പഠിക്കുന്ന BSc ഡിഗ്രി ഉള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വരുന്ന ക്വാളിഫിക്കേഷനിലാണ് മാറ്റമുണ്ടായിരുന്നത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഡിപ്ലോമയിലുള്ള മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പഠിച്ചവർക്കായിരുന്നു അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം ഇങ്ങനെയാണ്. BTech ഏത് ബ്രാഞ്ച് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അതായത് എനി ഡിപ്പാർട്ട്മെൻറ്റ് BTech ഹോൾഡേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഡിപ്ലോമ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വരുന്നൊരു കാര്യം, ഇവിടെ പറയുന്നത് നമുക്കറിയാം, ഇവിടെ ഒരു എക്സ്പീരിയൻസ് കൂടി എക്സ്ട്രാ ആയിട്ട് പറയുന്നുണ്ട്. അതായത് 3 year പ്രൊഫഷണൽ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതായത് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് പബ്ലിക് സെക്ടറുകളിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അത് 3 വർഷത്തേക്കുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടെ വേണ്ടതുണ്ട്. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് ക്വാളിഫിക്കേഷനിൽ വന്നിരിക്കുന്ന മാറ്റം. അതായത് പ്രീവിയസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് പ്രീവിയസിൽ വിളിച്ചിരുന്ന സമയത്ത് ചോദിച്ചിരുന്നത് മെക്കാനിക്കൽ ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യത്തക്ക രീതിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏത് സ്ട്രീമിലുള്ളവർക്കും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും BTechകാർക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് ഡിപ്പാർട്ട്മെൻറ്റും പറ്റും, പക്ഷേ അതോടൊപ്പം 3 year ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം. ഇതാണ് ഈ വട്ടത്തെ നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന മാറ്റം. സോ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിനായിട്ടുള്ള കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമി ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിപ്പയർ സ്മാർട്ട് വിത്ത് ഏണസ്റ്റ് അക്കാഡമി. താങ്ക് യു.